നമസ്കാരം. കേരള ന്യൂസ് 60 ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. പതിപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാർത്ത കണ്ട ശേഷം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തക, നടി, എഴുത്തുകാരികൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ രംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം മൗനത്തിലാണ്, ഒളിച്ചോടുകയാണ്. ഇപ്പോ ഹണി ഭാസ്കർ, അതായത് എഴുത്തുകാരിയാണ്, ആ സ്ത്രീ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള പോസ്റ്റ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പലിനെയും തുറന്നു കാട്ടിക്കൊണ്ടുള്ള പോസ്റ്റാണെന്ന് പറയാതെ പോയി. എന്തായാലും ആ FB പോസ്റ്റ് ഒന്ന് വായിക്കാം, ശേഷം ചിലരുടെ പ്രതികരണങ്ങൾ കൂടി പങ്കുവെക്കാനുണ്ട്. ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുന്നത്. രാഹുൽ മാങ്കൂട്ടം അനുഭവം നിങ്ങളെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിങ്ങളുടെ പെൺവിഷയങ്ങളുമായി വാർത്തകൾ വരും വരെയും എനിക്ക് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ഒന്നും തന്നെ അറിയില്ല. അതുവരേക്കും രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ ഒട്ടും മാതൃകാപരമല്ലാത്ത പ്രവർത്തികളെ കുറിച്ചല്ലാതെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ധാരണകളും ഉണ്ടായിരുന്നില്ല. ഞാൻ ഓരോ യാത്ര പോയി വരുമ്പോഴും യാത്രാസ്നേഹികളായ മനുഷ്യർ ആ യാത്രയെക്കുറിച്ചും നാടിനെക്കുറിച്ചും യാത്ര പോവാനായി വിവരങ്ങൾ തിരക്കി എപ്പോഴും വരാറുണ്ട്. ഞാൻ പറയാറുമുണ്ട്. രാഷ്ട്രീയത്തിൽ ആജീവനാന്തകാല ശത്രുക്കൾ രാഷ്ട്രീയക്കാർക്കിടയിൽ പോലും ഇല്ലാതിരിക്കെ അതൊക്കെയും വിയോജിപ്പുകളായി കാണുന്ന ഞാൻ, ഇതര രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാൾ എന്നോട് മിണ്ടാൻ വന്നാൽ ഉടനെ അതെടുത്ത് അയാൾക്കെതിരെ പോസ്റ്റിട്ട് അധിക്ഷേപിക്കാൻ മെനക്കെടുന്ന വ്യക്തിയല്ല. രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും മാന്യമായി ഇടപെടുന്ന മനുഷ്യരോട് മാന്യതയോടെ ഇടപെടാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ ശരിബോധ്യം. ഈ ജൂൺ 9 ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയം നിങ്ങൾ അന്ന് എൻ്റെ മെസ്സഞ്ചറിൽ ആദ്യമായി വന്നു. എൻ്റെ ഫോട്ടോയ്ക്ക് ഹൃദയം അയച്ചുകൊണ്ടായിരുന്നു നിങ്ങളുടെ തുടക്കം. യാത്രയുടെ ഡീറ്റെയിൽസ് തിരക്കിക്കൊണ്ട് ശ്രീലങ്ക പോവാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മുൻവിധികളും ഇല്ലാതെ നിങ്ങൾക്ക് ഞാൻ അത് വിശദീകരിക്കുകയും ചെയ്തു. ശേഷം നിങ്ങൾ നിലമ്പൂർ ഇലക്ഷനെ കുറിച്ച് ഇടത് സ്ഥാനാർത്ഥി തോൽക്കും എന്ന് ബെറ്റും വെച്ചു പോയി. രാവിലെ നോക്കിയപ്പോൾ നിങ്ങളുടെ മെസ്സഞ്ചറുകളുടെ തുടർച്ച കണ്ടു. ചാറ്റ് നിർത്താൻ തനിക്ക് ഉദ്ദേശമില്ല എന്ന് അതിൽ നിന്നും എനിക്ക് കോഴിക്കാട്ടം മണത്തതിനാൽ നിങ്ങൾക്ക് റിപ്ലൈ തന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ല. ഞാൻ മറുപടി തരാത്തത് കൊണ്ട് ആ ചാറ്റ് അവിടെ അവസാനിച്ചു. നിങ്ങളുമായുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കമ്മ്യൂണിക്കേഷൻ അതായിരുന്നു. പല വിധത്തിൽ നിങ്ങളുടെ ചൂഷണ ശ്രമങ്ങളെ നേരിട്ട സ്ത്രീകൾ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കെ അന്നത്തെ എൻ്റെ ധാരണ തെറ്റിയില്ല എന്ന് എനിക്ക് ബോധ്യം വന്നെങ്കിലും മാന്യമായി നടന്ന ഒരു സംഭാഷണത്തെ വെച്ച് അധിക്ഷേപിക്കാൻ ഞാൻ മുതിർന്നില്ല. പക്ഷേ ഇന്നലെയാണ് ഞാൻ നിങ്ങൾ എന്നോട് ചാറ്റ് നടത്തിയതിന്റെ പിന്നിലെ അശ്ലീല കഥ ഞാൻ അറിയുന്നത്. അതും യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ ചങ്കുകളിൽ ഒരാൾ വഴി. എന്തുമാത്രം തരം താഴ്ന്ന ഒരുത്തനാണെന്ന്. ഈ പോസ്റ്റിന്റെ കാരണവും അതാണ്. നിങ്ങൾ ആ സംഭാഷണത്തെ കുറിച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ നിങ്ങളുടെ അതേ വിശാല മനസ്കതയുള്ള കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിലെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് അങ്ങോട്ടേക്ക് വന്ന് ചാറ്റ് ചെയ്തുവെന്നും ഇത് പതിവാണെന്നുമാണ്. അതിലും എന്നെ ഞെട്ടിച്ച കാര്യം ആ കോഴിക്കാട്ടങ്ങൾക്ക് നടുവിലിരുന്നാണ് ആ സംഭാഷണം നിങ്ങൾ നടത്തിയത് എന്ന സത്യമാണ്. നിങ്ങൾ എന്തെഴുതിയെന്നോ ആര് സംഭാഷണത്തിന് ആദ്യം വന്നുവെന്നോ ആ കോഴിക്കാട്ടങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞതും വിശ്വസിച്ച് കോഴിക്കാട്ടങ്ങളിലെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ, നിങ്ങളുടെ തോളിൽ നിരന്തരം കൈയിട്ട് നടക്കുന്ന നേതാവ് എന്റെ സുഹൃത്തിനോട് ഈ കാര്യം പറഞ്ഞു വന്നപ്പോൾ ആ വ്യക്തി കിൻഡൽ കനത്തിൽ തിരിച്ചു മറുപടിയും നൽകി. എന്റെ സുഹൃത്ത് നിങ്ങളുടെ അതേ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളായിട്ട് പോലും നിങ്ങളെപ്പോലൊരു രാഷ്ട്രീയ മാലിന്യമാണ് എന്ന് അറിഞ്ഞിട്ട് കൂട്ടുകൂടാൻ ക്യൂ നിൽക്കാൻ മാത്രം അധപ്പതിച്ചിട്ടില്ല എന്റെ രാഷ്ട്രീയ ബോധ്യമെന്ന് തന്നെ മറുപടി നൽകി. സ്ത്രീകളോട് അങ്ങോട്ട് പോയി മിണ്ടി അവരുമായുള്ള സംഭാഷണങ്ങളെ പെർവേർട്ടുകൾക്ക് ഇടയിൽ മോശമായി ചിത്രീകരിച്ച് ആളാകുന്ന നിങ്ങളിലെ സൈക്കോയെ കൂടി ജനം അറിയേണ്ടതുണ്ട്. അതിനാണ് ഈ പോസ്റ്റ്. രാഷ്ട്രീയപരമായി നിങ്ങളോടുള്ള എൻ്റെ വിയോജിപ്പുകൾ എൻ്റെ വോളിൽ ഒരു ദയയുമില്ലാതെ കടുത്ത ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങളിലെ വ്യാജനെക്കുറിച്ച് നിലമ്പൂർ ഇലക്ഷൻ പോസ്റ്റിൽ പോലും പറഞ്ഞിട്ടുണ്ട്. ആ എന്നെ കുറിച്ച് പോലും ഇമാതിരി വഷളത്തരം പറയാൻ ചെറിയ ഉളുപ്പൊന്നും പോരാ എട്ടുകാലി മമ്മൂഞ്ഞെ. ആൾക്കൂട്ടങ്ങളിൽ ഇരുന്ന് സ്ത്രീകളെ കുറിച്ച് ആഭാസം പറഞ്ഞ് ഇളിപ്പിച്ചിരിച്ചിരിക്കുന്ന ഒരുത്തനെ കൂടി ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. നിങ്ങൾ അടുത്ത് ഇടപഴകിയിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ സ്ത്രീകളെ ഓർത്ത് ഭയവും സഹതാപവും തോന്നുന്നു. എന്തുമാത്രം അശ്ലീലങ്ങൾ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കൂട്ടങ്ങൾക്കിടയിൽ നിങ്ങളോട് നേരിട്ടിടപെട്ട സ്ത്രീകളെ കുറിച്ചപ്പോൾ പാടി നടന്നിട്ടുണ്ടാകും. നിങ്ങളോടൊപ്പം സ്വകാര്യത പങ്കിട്ട സ്ത്രീകൾ എന്തുമാത്രം ഭയന്നിട്ടാവും അതൊന്നും പുറത്തു പറയാതിരിക്കുന്നത് എന്ന് ഊഹിക്കാൻ പറ്റും. ഇന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക പറഞ്ഞ കാര്യം നിങ്ങൾ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിലെ സകല പെർവേർട്ടുകളെ കുറിച്ചും വ്യക്തമായ ധാരണ ഷാഫി പറമ്പലിനുണ്ട് എന്നാണ്. നിയമസഭയിൽ പോയി സ്ത്രീകൾക്ക് വേണ്ടി വലിയ പ്രസംഗം നടത്തുന്ന അയാൾ യൂത്ത് കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടുത്ത ഒരൊറ്റ പരാതി പോലും ഗൗനിക്കാറില്ല എന്നാണ്.
ആ സ്ത്രീ കൊടുത്ത പരാതി പോലും ഗൗനിച്ചിട്ടില്ല എന്നാണ്. കോൺഗ്രസ് പ്രവർത്തക ആയതുകൊണ്ട് മാത്രം അവർ എഴുതാതെ ഇരിക്കുന്നു എന്നാണ്. എത്ര ഗതികെട്ടിട്ടാവും ഈ തെമ്മാടിക്കൂട്ടങ്ങളെ കുറിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഒരു പീഡനം നടത്തിയവനേക്കാൾ അറപ്പ് തോന്നേണ്ടത് ഒരിക്കൽ മിണ്ടുകയോ വിശ്വസിച്ചു കൂടെ നടന്നതോ സ്വകാര്യത പങ്കിടുകയോ ചെയ്ത സ്ത്രീകളെ കുറിച്ച് ആ സ്വകാര്യത പാടി നടക്കുകയോ തന്റെ മനോവൈകല്യം പോലെ കഥകൾ പടച്ചുവിടുകയോ ചെയ്യുന്ന ആഭാസന്മാരോടാണ്. ട്രോമയിൽ അകപ്പെട്ട സ്ത്രീകൾക്ക് ഒരിക്കലും പുറത്തു വരാൻ സാധിക്കാത്ത വിധം ആ നിറം പിടിപ്പിച്ച കഥകൾ അവരെ നശിപ്പിച്ചു കളയും. അത്തരം ആൺകൂട്ടങ്ങൾ സ്ത്രീകൾക്കുണ്ടാക്കുന്ന അപകടം ചെറുതല്ല. അവർക്ക് മാപ്പില്ല, മാന്യതയുള്ള മറുപടി അർഹിക്കുന്നുമില്ല. അവർ രാഷ്ട്രീയത്തിൽ തുടരാൻ പോയിട്ട് സ്ത്രീകളുള്ള പ്രദേശത്ത് പോലും അടുപ്പിക്കാൻ പറ്റാത്തത്ര അന്തസ്സില്ലാത്ത വർഗമാണ്. അത്തരം ആളുകൾ രാഷ്ട്രീയ തുടർച്ചകളിലേക്ക് വരുന്നത് രാഷ്ട്രീയം എന്ന വാക്കിനെ തന്നെ മനുഷ്യ വിരുദ്ധമാക്കി കളയും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന എട്ടുകാലി മമ്മുഞ്ഞെ, നിങ്ങളൊരു തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്ന് എനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെടുത്തി തന്നത് സഖാക്കളല്ല. നിങ്ങളുടെ തോളിൽ കൈയിട്ടും ചാരി ഉറങ്ങിയും നൃത്തം ചെയ്തും ഫണ്ട് മോഷണത്തിൽ പങ്കുചേർന്നും ദിവസത്തിന്റെ ഏറിയ സമയവും നിങ്ങൾക്കൊപ്പം ചിലവഴിക്കുന്ന പേരുകേട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. നിങ്ങളുടെ നെറുകേടുകളെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടാവും അവരിലൂടെ ഇടതുപക്ഷക്കാരിയായ എന്നിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ടാവുക. മനുഷ്യരോട് ചാറ്റിൽ നടത്തിയ വർത്തമാനങ്ങൾ അത്ര ഗതികെട്ടാലല്ലാതെ പുറത്തുവിടാൻ ആഗ്രഹിക്കാത്ത ഒരാളായിട്ടും നിങ്ങളിലെ നുണയനെ നിങ്ങളുടെ കൂടെ നടക്കുന്ന സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും വലിയ അനിവാര്യത ആയതുകൊണ്ട് കമന്റിൽ ചേർക്കുന്നു. അപ്പൊ കമന്റിൽ അത് കൊടുത്തിട്ടുണ്ട്. ഫണ്ട് മുക്കാനും പെൺവിഷയങ്ങൾക്കും വേണ്ടിയല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് അന്തസ്. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ഉയർന്നു വന്നിട്ടുള്ള ആരോപണം തീർത്തും വളരെ വളരെ ഭയപ്പെടുത്തുന്നതാണ്. ഒരു നിമിഷം പോലും പൊതുപ്രവർത്തന രംഗത്ത് ഈ യുവ നേതാവിന് തുടരാനുള്ള യാതൊരു അർഹതയുമില്ല എന്ന് അടിവരയിട്ടു പറയുന്നു. കാരണം നോക്കൂ, ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അയാളുടെ അടുത്ത് നിരവധി സ്ത്രീകൾ വരും, അവരുടെ ആവശ്യങ്ങൾ പറയും, അവർക്ക് വേണ്ട ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അവർ ഷെയർ ചെയ്തേക്കാം, വിശ്വാസത്തിന്റെ പുറത്താണ്. എന്നാൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവരെയൊക്കെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടം തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉപേക്ഷിച്ച് വേറെ വല്ല പണിക്കും പോവുകയാണ് വേണ്ടത്. കാരണം ഇതുപോലുള്ള മാലിന്യങ്ങളാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്ന പല ആളുകൾക്കും, അതിപ്പോ കോൺഗ്രസിലെ ആകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളിലെ ആകട്ടെ, ഏത് പാർട്ടിയിലും ആകട്ടെ, ആ പാർട്ടിയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് കൂടി നാണക്കേടായി മാറുന്നത്. ഇത്തരം മാലിന്യങ്ങളെ മാറ്റി നിർത്തേണ്ടതുണ്ട്. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തുക, അവർക്ക് നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഒരു മാന്യതയാണ്. അത് ഇവിടെ യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നില്ല, കോൺഗ്രസ് ചെയ്യുന്നില്ല. അത് എന്താണ് കാണിക്കുന്നത്? അവർ ചൂട്ടുപിടിച്ച് നടക്കുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ, സ്ത്രീകൾ തങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോഴും ആ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന യൂത്ത് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ വലിയ മാലിന്യമാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ തന്നെ ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ ഇത്തിരിയെങ്കിലൊക്കെ മാന്യതയുണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തോടൊക്കെ ഒന്ന് രാജിവെച്ച് അല്ലെങ്കിൽ അയാളുടെ അടുത്ത് പൊതുപ്രവർത്തന രംഗത്ത് മാറി നിൽക്കാനാണ് പറയേണ്ടത്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റ് കഴിവുള്ള എത്ര ആളുകളുണ്ട് അവരെ ആരെങ്കിലും എടുത്തു വെക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള വലിയ ഭയപ്പെടുത്തുന്ന, ഇത്തരത്തിൽ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന ഇത്തരം വൃത്തികെട്ടവന്മാരെയൊക്കെ സത്യത്തിൽ യൂത്ത് കോൺഗ്രസിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ തക്കതായ മറുപടി പ്രതിഷേധങ്ങളിലൂടെ തരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പൊ ഇന്നൊരു വേറൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സ്നേഹ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? RV സ്നേഹ പറയുന്നു, അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കണം, ആരോപണത്തെ എപ്പോഴും ചിരിച്ചു തള്ളാൻ കഴിയില്ല എന്നാണ് സ്നേഹ പറഞ്ഞിട്ടുള്ളത്. എത്ര ഭംഗിയായിട്ടാണ് ആ പെൺകുട്ടി പറയുന്നത്. സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ പോലും പറയുന്നു, അതായത് രാഹുൽ മാങ്കൂട്ടമേ നിങ്ങൾ മാറി നിൽക്കുമെന്ന്. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഇയാളുടെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പ്രതികരണങ്ങളും എടുത്തു നോക്കിയാൽ അയാളുടെ അകത്ത് കിടക്കുന്ന ആ ഒരു വൃത്തികെട്ട മാലിന്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. എന്താണ് പത്മജ വേണുഗോപാലിന്റെ, എന്തിന് കരുണാകരന്റെ ഭാര്യയെ പറ്റി, മുരളീധരന്റെ അമ്മയെ പറ്റി എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ളത്? ഒരു സംസ്കാരവും ഇല്ലാത്ത രാഷ്ട്രീയത്തെ ഒരു മാലിന്യമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പണ്ടേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആരാണ് ഇയാൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്? മാറനാടൻ ഷാജിനൊക്കെയാണ്. അയാൾ പൊക്കിക്കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരുടെയും സ്വഭാവം ഇത് തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടമേ, പെൺകുട്ടികൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട്, സൈബർ ആക്രമണങ്ങളെ മറികടന്നുകൊണ്ട്, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവം തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തങ്ങൾക്കത് സംഭവിച്ചു, തങ്ങൾക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി, ഇങ്ങനെ ഒരാൾ തങ്ങളോട് മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറയാൻ ഒരു മടിയുമില്ലാത്ത പെൺകുട്ടികളാണ് മിസ്റ്റർ മാങ്കൂട്ടം ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. അതുകൊണ്ട് അവർ തങ്ങൾക്കുണ്ടായ അനുഭവം അവർ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സൈബർ
മാലിന്യങ്ങളുണ്ടല്ലോ അവരിറക്കി അത്തരം തുറന്നു പറച്ചിലുകൾ നടത്തുന്ന പെൺകുട്ടികളെ വീണ്ടും സൈബർ റേപ്പ് നടത്തിക്കൊണ്ട് നിശബ്ദരാക്കാമെന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന, അവർക്ക് വേണ്ടി അവരുടെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പറ്റം എന്നെ പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എത്രയധികം ആളുകളാണ് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൽ സ്ത്രീകൾക്ക് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്, വളരെ ദുരനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസെ നിങ്ങളുടെ പക്ഷം, നിങ്ങളുടെ ശരിയുടെ പക്ഷം, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ ശുദ്ധമാണെന്ന് നിങ്ങൾ ഇനിയും കാണിക്കേണ്ടതുണ്ട്. അഗ്നിശുദ്ധി വരുത്തി കോൺഗ്രസ് വരേണ്ടതുണ്ട്. നിങ്ങളെ സത്യത്തിൽ ജനങ്ങൾക്കും ഈ നാട്ടിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വിശ്വസിക്കുന്നതിൽ ഒരുപാട് പാടുണ്ട്. കാരണം നിങ്ങളിൽ ഇന്ന് ഉള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ അകത്തുള്ള പല ആളുകളുടെയും ഇന്നത്തെ സ്വഭാവം ഭീതിപ്പെടുത്തുന്നതാണ്. ഈ നാട്ടിലെ കുട്ടികളെയും പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഭയപ്പെടുത്തുന്നതാണെന്ന് പറയാൻ ഒരു മടിയുമില്ല. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. ഇത്തരത്തിലുള്ള തെണ്ടിത്തരം ആര് കാണിച്ചാലും, അത് ഏത് പാർട്ടിയിലുള്ള ആൾ കാണിച്ചാലും തുറന്നു പറയാനും അവരേതാ ഈ രീതിയിൽ വിമർശിക്കാനും ഒന്നും ഒരു മടിയും ഇന്നും കാണിച്ചിട്ടില്ല, അന്നും കാണിച്ചിട്ടില്ല. ഇനി അങ്ങനെ തന്നെ തുടരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.